ശരിക്കും കമ്പനീസ് ഇതൊക്കെ കണ്ടുപഠിക്കണം, എല്ലാ കമ്പനീസും കണ്ടുപഠിക്കണം. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പലപ്പോഴും സീറ്റ് ലോക്കിൽ വീണോ ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാൽ ഇതിൻ്റെ സൈസ് ഞാൻ കാണിക്കാൻ വേണ്ടി എൻ്റെ ഫോൺ അതിനകത്തോട്ട് കയറ്റി വെച്ച് ഇത്രയും കയറി ഇരിക്കുന്ന രീതിക്ക് ഒരു പോക്കറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി. അതായത് ഞാൻ ഈ വാഹനത്തിൽ ഇരുന്ന സൗണ്ട് കുറയ്ക്കാൻ നോക്കുക, വോളിയം കുറച്ചിട്ടും കുറയുന്നില്ല. ഞാനത് എന്നെ പറ്റി ഒരു പിടിയില്ല. വാഹനം ഇപ്പോൾ ഉള്ളത് ഒരു പി മോഡിലാണ്. പി മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം എങ്ങനെ മാറ്റിയിടും? സാധാരണ ഇവിടെ ഒരു ഷിഫ്റ്റ് ലോക്ക് എന്നൊക്കെ പറഞ്ഞൊരു സ്വിച്ച് കാണേണ്ടതാണ്. ഇവിടെ ഷിഫ്റ്റ് ലോക്ക് ഒന്നുമില്ല. ഇങ്ങോട്ട് പുള്ള് ചെയ്യുക, കണ്ടോ? ഇങ്ങനെ പുള്ള് ചെയ്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം സ്വയമായിട്ട് 2 സിലിണ്ടർ കട്ട് ചെയ്താലോ. അതായത് ഒരു 1500 cc വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വാഹനം സ്വയം 2 സിലിണ്ടർ കട്ട് ചെയ്ത് 750 cc ആക്കി വാഹനം ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നൊരു ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സ്കോഡ കുഷാക്കാണ്. അപ്പോൾ കുഷാക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വെറും ഡീറ്റെയിൽസ് അല്ല, ടെക്നിക്കൽ സൈഡും അതിനകത്തുള്ള കുഞ്ഞു കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു വലിയൊരു ഫീച്ചറാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കുഷാക്ക് 1.5 ലിറ്റർ TSI എൻജിൻ വരുന്ന മോഡലാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. 2 വേരിയൻസ് ആണുള്ളത്. ഒരു 1 ലിറ്ററും വരുന്നുണ്ട്, 1.5 ലിറ്ററും വരുന്നുണ്ട്. രണ്ടും വരുന്ന പെട്രോൾ വേരിയൻസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഡീസലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് വൈസ് ഏതായാലും ഇത് പുതിയ വാഹനമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും വാഹനം ഇറങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും ഇപ്പോഴും ഈ വാഹനം നല്ല ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. നമുക്ക് കുറച്ച് വിശേഷങ്ങളൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ ഒരു സിഗ്നേച്ചർ ഗ്രില്ല് തന്നെയാണ്. സിഗ്നേച്ചർ ഗ്രില്ലെന്ന് എടുത്തു പറയാൻ കാര്യം സ്കോഡയുടെ മിക്ക വാഹനത്തിലും ഇതിൻ്റെ ഒരു റിസംബ്ലൻസ് കാണാൻ സാധിക്കും. ചിലപ്പോൾ സെയിം ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ക്രോം എലമെൻറ്റ് നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രോം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ ഡീക്രോം ചെയ്യാനും സാധിക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നുമില്ല. കമ്പനി തന്നെ ഇത് മാറ്റി തരികയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഹൈ ആൻഡ് ലോ വരുന്ന പ്രൊജക്ടർ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ഹാലജൻ ഇൻഡിക്കേറ്റർ ബൾബ് വരുന്നുണ്ട്. ഒരു DRL യൂണിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹാലജൻ ബൾബാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്കത് LED ആക്കാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം നമുക്ക് ഹെഡ്ലൈറ്റിന് വെട്ടം കുറവാന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് മാറ്റാൻ പറ്റത്തില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. അതേ സ്ഥാനത്ത് ഒരു ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്ത് രസമാണെന്നൊക്കെ കാണാൻ വേണ്ടി തന്നെ നല്ല അടിപൊളി ഫീലാണ്. ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് വന്ന് ഒരു ഫുൾ യൂണിറ്റ് ആയിട്ട് അതൊരു ഏകദേശം ഒരു ബാറ്റ്മാൻ സീരീസിൻ്റെ ഒരു ബാറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു എന്താ പറയുന്ന ഒരു ഡിസൈൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലോട്ടും വന്ന് കയറുമ്പോൾ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു പോർഷൻ പോലെ തന്നെ തോന്നും. പക്ഷേ ഒരു ക്ലോസ്ഡ് എയർ ഡാം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ക്രോം എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു വലിയ എയർ ഡാം കാണാൻ സാധിക്കും. ഒരു ചെറിയ സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു SUVയുടെ ഫീൽ കിട്ടാൻ വേണ്ടി ഒരു സ്കിഡ് പ്ലേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കോഡയുടെ ഒരു നല്ലൊരു ലോഗോവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പവർ ബൾജസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലത്തെ കാഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് വീലാർച്ചും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു SUV എന്നുള്ള രീതിക്ക് തന്നെ വീലാർച്ചും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും മാത്രമുള്ളൊരു SUV ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ നല്ല വീലാർച്ച് കാണാൻ സാധിക്കും. ഫെൻഡറിൽ തന്നെ സ്കോഡയുടെ നല്ലൊരു ബാഡ്ജിങ്ങും അതിൻ്റെ ഒരു ഡിസൈനും. കാരണം ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഒരു ഫീലാണ്. പക്ഷേ ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മിററിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ബാഡ്ജിങ് മാത്രമാണ് കൊണ്ടുവരുന്നത്. ടയർ വരുന്നത് 205/55 R17 നല്ലൊരു ഡിസൈനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 17 ഇഞ്ചാണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രമ്മും ആണ് നമുക്ക് ഈ ഒരു മോഡൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മിറർ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു നല്ല ടേൺ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു പോർഷൻ കാണാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ക്യാരക്ടർ ലൈൻസ് കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ടെയിൽ ലാമ്പ് വരെ ചെന്ന് കണക്റ്റ് ആകുന്ന ക്യാരക്ടർ ലൈൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലിൽ നമുക്കൊരു ക്രോം ഫിനിഷ് എലമെൻറ്റും കൂടെ വരുന്നുണ്ട്. റിക്വസ്റ്റ് സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതായാലും സൈഡിൽ നോക്കുമ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാൻ സാധിക്കും. ഡോർ പില്ലേഴ്സ് നമുക്ക് വരുന്ന ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും ഇവിടെയും ചെറിയൊരു ഗ്ലാസിൻ്റെ എലമെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്രോം ഫിനിഷ് എലമെൻറ്റ് ഇങ്ങനെ അങ്ങറ്റം വരെ പോകുന്നുണ്ട്. അതും കാണാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ലോഡെല്ലാം വെക്കാൻ പറ്റുന്ന റൂഫ് റെയിൽസ് ആണ്. അതൊരു ആക്റ്റീവ് റൂഫ് റെയിൽസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ മേലോട്ട് നോക്കുമ്പോൾ ഒരു സൺ റൂഫ് കാണാൻ സാധിക്കും.
ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് അല്ല, നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് കുഷാക്ക് എന്നുള്ള നല്ലൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കോഡ എന്ന് ഗ്യാപ്പിട്ട് ഒട്ടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല കിടുവാണ്. ഞാൻ പല വാഹനങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലരും ഡീക്രോം ചെയ്യാറുണ്ട്. നല്ല രസമായിരിക്കും അത് കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് റെഡ് വാഹനത്തിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് കിടുവായിരിക്കും. അതുപോലെ തന്നെ വൈപ്പേഴ്സ്, സത്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു കാര്യം തീരെ മോശമായി പോയെന്ന് തോന്നുന്നു. കാരണം പല ഇതിലും താഴെയുള്ള വാഹനങ്ങൾ നല്ല രീതിക്കുള്ള റിയർ വൈപ്പർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇച്ചിരി മോശമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, വാട്ടർ വെറൈറ്റീസ്. അതുപോലെ തന്നെ ഒരു വാട്ടർ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഒരു വാട്ടർ സ്പ്രേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു സ്പോയിലർ, അതായത് ഒരു എല്ലാം കോമൺ സീരീസാണെന്ന് വേണമെങ്കിൽ പറയാം. കോമൺ ആയിട്ട് വരുന്ന ഒരു ചെറിയ സ്പോയിലർ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി തന്നെ. തൊട്ട് താഴോട്ട് വരികയാണെങ്കിൽ ടെയിൽ ലൈറ്റിൻ്റെ ഒരു രസം നമുക്ക് കാണാം. ഇത് ഫുൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ക്വാർട്ടർ പാനലിൽ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഡിക്കി വരെ കയറി നിൽക്കുന്ന രീതിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് LED ആണ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന റിവേഴ്സ് ബൾബും നമ്മുടെ ഇൻഡിക്കേറ്റർ ബൾബും വരുന്നത് ഹാലജൻ തന്നെയാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇഷ്ടപ്പെട്ടെന്നല്ല, ഇപ്പോൾ എല്ലാവരും കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് കൊടുക്കുമ്പോൾ ഇവർ ഇതുവരെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു മോഡലിൽ കൊണ്ടുവരുമായിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. 1.5 TSI എഞ്ചിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. സ്കോഡയുടെ ഒരു കാര്യത്തിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഫോക്സ് വാഗണിൻ്റെ ഇത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇവർ കൊടുക്കുന്ന നല്ലൊരു പ്രയോറിറ്റിയാണ്. ചുമ്മാ പേപ്പറിൽ മാത്രമല്ല സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് വിളിച്ച് നടക്കുന്നില്ല. പക്ഷേ എന്നാലും സേഫ്റ്റി ഉള്ള വാഹനം തന്നെയാണ്. റിഫ്ലക്റ്റേഴ്സ് വളരെ കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം പലരും ഇപ്പോൾ റിഫ്ലക്റ്റേഴ്സ് മാറ്റി അതിനകത്ത് LED ലൈറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഴപ്പം ചെയ്യും. കാരണം കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ വരികയാണെങ്കിൽ പുറമേന്ന് വരുന്ന വാഹനത്തിലൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബാക്കിൽ 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ യൂണിറ്റ് പോലെ സൈഡ് രണ്ടും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെമ്മി മാത്രമാണ്. ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടോ ചെയ്യാൻ വേണ്ടിയുള്ള ഹുക്കും ഇവിടെയാണ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് ജസ്റ്റ് കാണാം. ഏതായാലും അതുപോലെ തന്നെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും അതുപോലെ തന്നെ ഒരു ക്യാമറയും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 385 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും വരുന്നുണ്ട്, ടൂൾ കിറ്റ്. എനിക്കിത് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെൽക്രോ വരുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ. ഒരിക്കലും ഓടിക്കളിക്കത്തില്ല. ശരിക്കും കമ്പനീസ് ഇതൊക്കെ കണ്ടുപഠിക്കണം, എല്ലാ കമ്പനീസും കണ്ടുപഠിക്കണം. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു പതിവ് ഉണ്ടാകത്തില്ല. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് വരുന്നത്. അതായത് ഇവിടുന്ന് തന്നെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പലപ്പോഴും സീറ്റ് ലോക്കിൽ വീണോ ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാൽ ഇവിടെ ഇത് സീറ്റ് ലോക്കിൽ വീണിട്ടില്ല. ഇവിടെ സീറ്റ് ലോക്ക്ഡ് ആണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ ലോക്ക് വീണു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാർസൽ ട്രെയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു, എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൂട്ടിൻ്റെ പോർഷനിൽ തന്നെ നമുക്ക് ഒരുപാട് ഹുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു LED ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ കൂടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 3 kg നമുക്കിവിടെ ഹുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു 3 kg ഹുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിക്ക് വല്ലതും ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് എന്നാ പറയുന്നത്, വല്ല കുടയോ അല്ലെങ്കിൽ എന്തെങ്കിലും വടിയോ അങ്ങനെ എന്തെങ്കിലും നീളമുള്ള സാധനം ഇവിടെ ഒരു ചെറിയൊരു ട്രേ പോലെ വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് സൂട്ടബിളായി നിൽക്കുന്ന രീതിക്ക് ഇതിനകത്തോട്ട് കയറ്റി വെക്കാനും സാധിക്കും. ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഒരു ചെറിയ ഹുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. 2 ചൈൽഡ് സേഫ്റ്റിയുടെ ഹുക്ക്, അതായത് ISO ഫിക്സിൻ്റെ ഹുക്ക് നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അടയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹാങ് ചെയ്ത് നിൽക്കുന്നൊരു സാധനം കാണാം. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീലും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്പെയർ വീല്. ഒരു സബ് ഊഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീല്, സ്ഥലം കളയാതെ ഒരു സബ് ഊഫർ കയറ്റി വെച്ചു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. ഏതായാലും സൗണ്ട് ക്വാളിറ്റിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഏകദേശം 22 കിലോമീറ്റർ എങ്ങാണ്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഓസം ഫീൽ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇനി മോശപ്പെട്ട വഴിയിലെല്ലാം കൂടെ ഓടിച്ച് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തരാം. ഏതായാലും നമുക്ക് വാഹനത്തിനകത്തോട്ട് നിന്ന് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ കൂടെ ഒന്ന് നോക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ഡ്രൈവർ സൈഡ് തൊട്ട് തുടങ്ങാം. ഏതായാലും ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഡ്രൈവർ സൈഡിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം കാണാൻ പറ്റുന്നത് ഇത് ഫുൾ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട്, ബാക്ക്, ഹൈറ്റ്, ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യാം.
ടഫ് പ്ലേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുഷാക്ക് എന്നുള്ള നല്ലൊരു എഴുത്തും കൂടെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡിലെ ഡോർ പാഡ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിവിടെ ലോക്ക് അൺലോക്ക് സ്വിച്ചോ അങ്ങനെ ഒന്നും അഡീഷണൽ വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൈലാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്. ലോക്ക് ആൻഡ് അൺലോക്ക് കൊടുത്തിട്ടില്ല. സേഫ്റ്റിയുടെ ഫീച്ചർ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ. പിന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി, അതായത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി താഴോട്ട് കൊടുത്താൽ മതി. ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നോർമലാണ് വരുന്നത്. നോർമൽ അപ്പ് ആൻഡ് ഡൗണും ഇവിടെ ഒരു ചൈൽഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ലോക്ക് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചത്. എൻ്റെ ഈ മൊബൈൽ ഫോൺ നിങ്ങൾ കണ്ടോണം. ഇത് ഞാൻ ഒരു മൊബൈൽ സുഖമായിട്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇടാൻ പറ്റുന്നത്. എനിക്കിത് വേറെ വാഹനങ്ങളിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നറിയത്തില്ല. നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. കാരണം എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്കൊരു കുടയൊക്കെ വെക്കാൻ വേണ്ടത്, ഇതിൻ്റെ സൈസ് ഞാൻ കാണിക്കാൻ വേണ്ടി എൻ്റെ ഫോൺ അതിനകത്തോട്ട് കയറ്റി വെച്ച് ഇത്രയും കയറി ഇരിക്കുന്ന രീതിക്ക് ഒരു പോക്കറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്കൊരു അംബ്രല്ലയൊക്കെ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് ഇതിനകത്തോട്ട് കയറി ഇരുന്നോളൂ. അത്രയും സ്പേസ് ഉണ്ട്. കണ്ടോ, എൻ്റെ കൈ ഇത്രയൊക്കെ ഇറങ്ങിപ്പോയി. ഓക്കെ, സംഗതി അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരുപാട് യൂട്ടിലിറ്റി സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് ഈ സ്കോഡയുടെ കുഷാക്ക് എന്ന് ഞാൻ പറയാം. കുഷാക്ക് മാത്രമല്ല, കൈലാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെന്നുണ്ട് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്കോഡ സ്പീക്കർ എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്യൂട്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ചെറിയ അബദ്ധം പറ്റി. അതായത് ഞാൻ ഈ വാഹനത്തിൽ ഇരുന്ന സൗണ്ട് കുറയ്ക്കാൻ നോക്കുക. വോളിയം കുറച്ചിട്ടും കുറയുന്നില്ല. ഞാനത് എന്നെ പറ്റി ഒരു പിടിയില്ല. പിന്നെ നോക്കിയപ്പോൾ ഈശ്വര, സ്റ്റിയറിങ് തിരിഞ്ഞു പോയല്ലോ. ശരിക്കും ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഇങ്ങനെ വന്നാലും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും, ഇല്ലെന്നല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അല്ലാത്ത പക്ഷം രണ്ടും ഒരേ ഡിസൈനാണ്, ഡിറ്റോ. ഒന്ന് നോക്കിയേ, നിങ്ങൾ തന്നെ നോക്ക്. രണ്ടും ഡിറ്റോ ആണ്. ഈ ഒരു പോർഷൻ ഡിറ്റോ, ഈ ഒരു പോർഷൻ ഡിറ്റോ. ഇത് രണ്ട് റോട്ടറി നോബാണ്, ഇതൊരു റോട്ടറി നോബാണ്. ഇങ്ങനെ ഇരുന്നാലും ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എനിക്കൊരു പണി കിട്ടിയത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു രക്ഷയില്ല. കാരണം ടൂ സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. സെൻറ്റർ നല്ല സ്മൂത്ത്. ഇതൊക്കെ നമുക്കിങ്ങനെ കൈപിടിച്ചൊക്കെ ഇങ്ങനെ ഓടിക്കാനൊക്കെ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും അവൈലബിൾ ആണ്, ടെലിസ്കോപ്പിക്കുമാണ്. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. നല്ലൊരു AC വെൻറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ ഓൺ ഓഫും എല്ലാം ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ടെക്സ്ചർ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ ബ്രൗൺ കളർ, അതായത് ഡാർക്ക് ബ്രൗൺ കളറിലൊരു ഡിസൈനും. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് കംപ്ലീറ്റ് വരുന്നത്. നമുക്കിത് ഓട്ടോ മോഡ് ഇടാൻ സാധിക്കും, പാർക്ക് മോഡ് ഇടാൻ സാധിക്കും, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ബാക്കിലോട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ഓൺ, ഒന്നുകൂടെ വലിച്ചു കഴിഞ്ഞാൽ റിയർ ഫോഗാണ് ഓൺ ആകുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡ് വൈപ്പേഴ്സിൻ്റെ എല്ലാം സെറ്റിംഗ് ആണ് വരുന്നത്. അതായത് നമുക്കിവിടെ വൈപ്പേഴ്സിൻ്റെ സ്പീഡ്, അതായത് ഇൻ്റർവെൽസിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ മേളിലൊരു ചെറിയ സ്വിച്ചാണ് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നല്ല രസമുണ്ട് അത് ഫീൽ ചെയ്യാൻ വേണ്ടി. ഇനി മേളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷർ സ്പ്രേ. അത് കഴിഞ്ഞിട്ട് വൈപ്പർ നമുക്ക് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം കീ ഓഫാണ്. നമുക്ക് ഏതായാലും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വൈപ്പർ നമുക്ക് ഓൺ ചെയ്യാം. യെസ്, അങ്ങനെ വൈപ്പർ ഓൺ ആയിരിക്കുകയാണ്. നമുക്ക് അതിന് ഫുൾ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്റർ മീറ്റർ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു അറ്റൻഷൻ തന്നിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ടിങ് കണ്ടീഷനാണ്. റൈറ്റ് സൈഡിലെ ഡോറ് തുറന്ന് കിടപ്പുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ ഒരു 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഡാറ്റാസ് എല്ലാം, അതായത് ഇപ്പോൾ ഈ വാഹനം ഓടാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഓടിച്ചു, 18 കിലോമീറ്റർ ഓടി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 7.7 കിലോമീറ്ററാണ്. അത്യാവശ്യം നല്ല കാലം കൊടുത്താണ് ഞാൻ ഓടിച്ചിരിക്കുന്നത്. ആവറേജ് ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 17 കിലോമീറ്റർ പെർ അവർ നമുക്ക് സ്പീഡ്, ആവറേജ് നമ്മൾ എടുത്തിരിക്കുന്ന സ്പീഡ് 17 കിലോമീറ്റർ. പക്ഷേ ഇതൊക്കെ തെറ്റാണ്. ഈ ആവറേജും കറക്റ്റ് അല്ല, അത് മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വാഹനം ഒരു 10,000 കിലോമീറ്ററോളം ഓടിയൊരു വാഹനമാണ്. പാർക്ക് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്യൂവലിൻ്റെ ലെവലാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് സെറ്റിങ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഏത് വേണം, അതായത് ഡിസ്റ്റൻസ്, ടൈം, ആവറേജ് ഫ്യൂൽ, എക്കണോമി, ഏത് വേണം അത് നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ എക്കണോമിയാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ എക്കണോമി വന്നോളൂ. ഓരോന്നിൽ ഏത് വേണം മാറ്റിയിടണം.
നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ പാർക്ക് മോഡാണ്, ഞാനത് നേരെ ഡ്രൈവിലോട്ട് ഇട്ടിട്ടുണ്ട്. ഡ്രൈവ് മാനുവൽ ആക്കണമെങ്കിൽ മാനുവൽ ആക്കാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. റൈറ്റ് സൈഡിലെ ഫുള്ള് കൺട്രോൾസ് വരുന്നത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെയാണ്. ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസ് വരുന്ന എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ് വരുന്നത്. ഏതായാലും പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് സൈഡിലെ നോബ് വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ക്രൂയിസ് കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി അത് മേളിൽ കാണുന്ന ഒരു കുഞ്ഞൻ സ്വിച്ചാണ്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ഹൈ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇവിടെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റ് ഒക്കെ വരുന്ന ബട്ടൺ ദേ ഈ സൈഡിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രസമുണ്ട്. ഏതായാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാനത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാം. 2 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 10.23 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കിട്ടുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് വേണ്ട കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ സബ് വൂഫറും കൂടെ വരുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കതിൽ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല, പക്ഷേ നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ആണ് നമുക്ക് വന്നു പോകുന്നത്. അതുപോലെ ലൈറ്റിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ, ആംബിയൻ ലൈറ്റ്, ഇൻസ്ട്രുമെൻ്റൽ ലൈറ്റ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള എത്രത്തോളം ബ്രൈറ്റ്നസ് വേണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, മീഡിയയുടെ സെറ്റിംഗ് വരുന്നത്, സിസ്റ്റം സെറ്റിങ്സ് വരുന്നത്, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരണം, ഇതെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും കൂടെ നമുക്ക് കാണാം. ക്ലാരിറ്റി ഒരു ഓക്കെ ഫീല് മാത്രം ഞാൻ പറയത്തുള്ളൂ, അത്രയും കുമ്പ് പറയത്തില്ല. പിന്നെ ഈ ബമ്പറിൻ്റെ പോർഷൻ കാണുന്നുള്ളതുകൊണ്ട് എപ്പോഴും നല്ലതാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ക്യാമറ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ബമ്പറിൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബാക്കിലോട്ട് ഇനി പോകും, അല്ലെങ്കിൽ അവിടെ മുട്ടാറായോ ഇല്ലേ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ സൈഡിലോട്ട് നോക്കി ഒരു നല്ല ടെക്സ്ചർ കാണാൻ സാധിക്കും. മേലത്തെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്, ഇവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനും ഒക്കെ സാധിക്കും. ഓടിക്കളിക്കത്തില്ല, അതിനകത്ത് ഇരുന്നോളും. അതുപോലെ തന്നെ ഇവിടെ ഒരു പാനൽ നമുക്ക് ഈ ഒരു പോർഷനിൽ കണ്ടതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഇവിടെ ഒരു പാനൽ വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷാണ് ഇവിടെ വരുന്നത്, പിയാനോ ബ്ലാക്ക് ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ക്രോം എലമെൻറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു ടെക്സ്ചർ മെറ്റീരിയൽ ഇവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡാർക്ക് ബ്രൗൺ വിത്ത് ഗ്ലോസി മെറ്റീരിയലാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ 2 AC വെൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് നമുക്ക് ടച്ചാണ് ഇവിടെ താഴോട്ട് വരുന്നത്. മേലത്തെ വരുന്ന ഓട്ടോ ഓഫ്, നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ ഒരു സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. നമുക്കിവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അറിയാം ആക്ടിവേറ്റഡ് ആണോ അല്ലേ. റെഡ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡീആക്ടിവേറ്റഡ് ആണ്. പിന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷൻസ് അവൈലബിൾ ആണ്. 2 സ്പീഡാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇതിന് എനിക്ക് ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുള്ള പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ മോട്ടോർ സൗണ്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഞാൻ നോക്കിയപ്പോഴേക്കും ഹസാർഡ് കാണാൻ സാധിക്കും, ലോക്ക് സ്വിച്ച് കാണാൻ സാധിക്കും. ഇവിടെ തൊട്ട് താഴെ നമ്മുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ AC ആണ് വരുന്നത്. ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കിയില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഡിസ്പ്ലേയും കുറച്ച് ചെറുതായി പോയതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഇപ്പം ഇത് ഏതിലാണ് സെറ്റ് ചെയ്യുന്നത്, എത്ര ഡിഗ്രിയിലാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ മാറ്റിയാൽ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ 1-2 ആയിട്ട് പ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷേ ഇത് നമ്മളൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ പല വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്നുള്ളതുകൊണ്ട് പല വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നുള്ളൂ. ഇത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അടിപൊളിയായിട്ട്, അതായത് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. മാക്സ് കൂൾ, അതായത് നമുക്ക് സഡനായിട്ട് ക്യാബിൻ ഫുള്ള് കൂള് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണിത്. നല്ല വെയിലത്ത് നമ്മൾ വാഹനത്തിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാബിൻ കൂളാകുന്നതായി. അത് കഴിഞ്ഞ് നമുക്ക് തൊട്ട് താഴെയായിട്ട് 2 USB-C ടൈപ്പ് പോർട്ടാണ് വരുന്നത്. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നത്, നമുക്ക് ഇതിൽ കിട്ടുന്ന ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആണ് നമുക്ക് വരുന്നത്. തൊട്ട് താഴെ 2 C ടൈപ്പ് പോർട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് നമുക്കിവിടെ കാണാം. എന്നാലും 12 വോൾട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു DSG ഗിയർ ബോക്സ് ആണ്, ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. തൊട്ട് താഴെ നമുക്ക് താക്കോൽ വെക്കാൻ വേണ്ടി മാത്രം ഒരു കുഞ്ഞ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല, ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 2 കപ്പ് വെക്കാൻ പറ്റുന്നൊരു കപ്പ് ഹോൾഡർ വേണമെങ്കിൽ ചെറിയ ഒരെണ്ണം കൂടി ഇവിടെ വെക്കാം. അതുപോലെ തന്നെ ഇത് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുപ്പിയോ വല്ലതും വെച്ച് തുറക്കാനായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടി, സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി അതിന് ആൻറ്റി സ്ലിപ്പ് ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ
ആംറസ്റ്റിനകത്ത് വരുന്നുണ്ട്. സ്ലൈഡിങ് ആംറസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ഒരു കിടു ഫീച്ചറാണ്. ഹാൻഡ് ബ്രേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ വിട്ടുപോയ ഒരു കേസുണ്ട്. ഒരു ടിക്കറ്റ് ഹോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിനി നമ്മുടെ സൺ വൈസർ നോക്കാം. ഏതായാലും ഡ്രൈവർ സൈഡിൻ്റെ സൺ വൈസറിൽ പ്ലെയിൻ ആണ്, വേറെ ഒന്നും വരുന്നില്ല. തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ഫുൾ യൂണിറ്റ് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 റീഡിംഗ് ലൈറ്റ്സ് പോലെ ലൈറ്റ് കാണാൻ സാധിക്കും. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇവിടെയാണ് ഓഫ് വന്നിരിക്കുന്നത്. ഇനി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഓൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ സൺ റൂഫ് വരുന്നത്. സിംഗിൾ പാൻ സൺ റൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും അടിപൊളിയാണ്. ഇത്രേ ഓപ്പൺ ആകത്തുള്ളൂ. ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണുക, വെട്ടം കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്. സൺറൂഫ് അത്യാവശ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സൺറൂഫേ തന്നെ സൺറൂഫ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വാഹനം ഫുള്ള് ഓഫ് ചെയ്ത് ഇറങ്ങുകയാണ് താക്കോലുമായിട്ട്. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യുക. സൺറൂഫ് അടയോ ഇല്ലേന്ന് അറിയണ്ടേ. ലോക്ക്. മിറർ വരെ അടഞ്ഞു. മിറർ ക്ലോസ് ആയി, ബട്ട് സൺറൂഫ് ക്ലോസ് ആയിട്ടില്ല. അപ്പം ഈ ഒരു വാഹനത്തിൽ ആ ഫീച്ചർ വരുന്നില്ല. നിങ്ങളുടെ വാഹനത്തിൽ സൺറൂഫ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അടച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേക്കണം. ഓക്കെ. പിന്നെ നമുക്ക് ഒരു ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. കാരണം ഓട്ടോ ഡിമ്മിങ് വരുന്നതുകൊണ്ട് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കിൽ നിന്നൊക്കെ ഉള്ള വെട്ടം അടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഇത് മങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസും കൂടെ. ഓക്കെ. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെയും ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഏതായാലും അതും സംഗതി അടിപൊളിയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഗ്ലോ ബോക്സ്. അയ്യോ എൻ്റെ കാല് പോയി. അപ്പോൾ കാലിലോട്ട് വന്ന് വീഴും, ശ്രദ്ധിച്ചോളുക, സൂക്ഷിക്കുക. പിന്നെ ഇത് നമുക്ക് വെൻറ്റിലേറ്റഡ് ടൈപ്പ് ആണ് വരുന്നത്. കൂട്ടാം, കുറയ്ക്കാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. ചെറിയ രീതിക്ക് ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ലൈറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കൊടുത്തിട്ടില്ല. സ്കോഡ എന്നുള്ള നല്ലൊരു എഴുത്ത് ഇവിടെ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അതിൽ AC വെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ഒരു വലുപ്പമുള്ള രീതിക്കാണത് ഫീൽ ചെയ്യുന്നത്. ഏതായാലും അടിപൊളിയാണ്. നമുക്കിത് സ്ലൈഡിങ് ടൈപ്പാണ് നമ്മുടെ ആംറസ്റ്റ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഷെയർ ചെയ്യാൻ സാധിക്കും ഈ സൈഡിലിരിക്കുമ്പോൾ. ഇവിടെ നിന്ന് എനിക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൺവൈസറിൽ മുഖമൊക്കെ നോക്കി ഒന്ന് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഒരു ലൈറ്റ് ഇവിടെ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലൈറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായെന്ന് ഒരു ഫീല്. അതുപോലെ തന്നെ നമ്മുടെ ആംറസ്റ്റ്, ഡോറേ വരുന്ന ആംറസ്റ്റിൻ്റെ പോർഷൻ ലെതർ മെറ്റീരിയൽ കൊണ്ടാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. അത് കാണാനും നല്ല രസമുണ്ട്. ഒരു നല്ല ഫീല് കിട്ടും. നമുക്കിങ്ങനെ കൈയൊക്കെ വെച്ച് 2 സൈഡും സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇനി ബാക്കിലത്തെ ഒരു പോസ്റ്ററും കൂടെ നോക്കാം. ഏതായാലും ഞാൻ ഫ്രണ്ടിലത്തെ ഈ ഒരു സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് എനിക്ക് നോർമലായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും ബാക്കിലത്തെ സ്പേസ് എങ്ങനെയുണ്ട്. ഇവിടെ നോർമലായിട്ട് ഒരു വ്യക്തിക്ക്, എനിക്കിപ്പോൾ ഇവിടെ നോർമലായിട്ട് ഇരിക്കാൻ പറ്റും. ബാക്കിലോട്ട് പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ബാക്ക് സീറ്റിലോട്ട് വന്നിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സ്ഥലമായി. ഇപ്പോൾ ബാക്കിലത്തെ സീറ്റ് ഇനി എത്ര പുറകോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ കണ്ടു നോക്കാം. സംഗതി അടിപൊളിയാണ്. ഏതായാലും ഈ ഡോർ സൈഡ്, ഇവിടുത്തെ എല്ലാം ഡോറിൽ എനിക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഫ്രണ്ടിലത്തെ അപേക്ഷ അത്ര ഇല്ലെങ്കിൽ പോലും എന്നാലും നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. ഒത്തിരി സ്പേസ് ഇവരിതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനൊരു കിടു ലുക്ക്, അതിൽ എനിക്കൊരു ഒന്നും പറയാനില്ല, അടിപൊളിയാണെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ലൈറ്റ്സ് കൊടുത്തിരിക്കുന്ന നല്ല രസമുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം LEDs ആണ് വരുന്നത്. നല്ല വെട്ടമുണ്ട്. ഇതിന് സൂപ്പർ ബ്രൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. 6 എയർ ബാഗ് ആണ് നമുക്ക് ഈ മോഡൽസിനെല്ലാം വരുന്നത്. പിന്നെ നേരത്തെ സ്പേസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. ഇപ്പം മൊബൈൽ ഫോണൊക്കെ നമുക്കുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഹോൾഡേഴ്സും ഇതിൽ വരുന്നുണ്ട്. അത് ഈ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. കാരണം നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടാൽ ഇത് അടിയിലോട്ട് പോയി പിന്നെ തപ്പണം, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോളൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏതായാലും ബാക്കിലത്തെ സീറ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തൈ സപ്പോർട്ട് കൊള്ളാം. അതായത് ഒരു ഓക്കെ അല്ല, ഓക്കേക്കും മേളിൽ, കാരണം ഇരിപ്പ് അത്ര നല്ലൊരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ രണ്ടും നല്ല രീതിക്ക് ചാരി ഇരിക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരുമാതിരി പലകപ്പുറത്ത് ഞാൻ ചാരി ഇരിക്കുന്ന പോലെയുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും 2 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് പോവാം. കൈയൊക്കെ വെച്ച് കപ്പൊക്കെ വെച്ച് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. പക്ഷേ സെൻട്രൽ പോർഷൻ എനിക്ക് അത്രയും ഓക്കെ ആയിട്ട്
തോന്നിയിട്ടില്ല. 2 പേർക്ക് കംഫർട്ടബിൾ ആണ്. ചൈൽഡ് സീറ്റ് വയ്ക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ISO ഫിക്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 C ടൈപ്പ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ആവശ്യമാണ്. ഇപ്പോഴൊക്കെ ഇത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. നമ്മളെല്ലാം മൊബൈൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ചാർജ് തീരും, കുത്തിയിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ 2 AC വെൻസും വരുന്നുണ്ട്. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല, ജസ്റ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ, അതായത് ഓഫ് ചെയ്യാൻ മാത്രം സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗമായ എൻജിനൊന്ന് കണ്ടാലോ. വാ, ഹൃദയഭാഗം ഒന്ന് ജസ്റ്റ് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 1.5 ലിറ്റർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1500 cc ഒരു എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 4 സിലിണ്ടർ ടെർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുമാത്രമല്ല, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ACT ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോഡ് അനുസരിച്ച്, അതായത് നമുക്ക് തീരെ ലോഡില്ല, ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ 2 പേര് മാത്രമേ ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പവർ, അല്ലെങ്കിൽ ഈ വാഹനം എന്ന് പറയുമ്പോൾ 1500 cc ആണ് വരുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും പവർ ഒരു കാരണവശാലും വേണ്ടി വരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് 2 സിലിണ്ടർ, ഇതൊരു 4 സിലിണ്ടറാണ്, 1, 2, 3, 4, ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ 2 and 3 കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 1 and 4 മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. 2ഉം 3ഉം സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സിലിണ്ടേഴ്സ് മാത്രം ഇതിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് എൻ്റെ ഒരു വാഹനത്തിൽ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് ചെയ്ത രീതി ഇഞ്ചക്ടർ അഴിച്ചു വിട്ടു. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല, എന്നാലും ഓരോ കുരുത്തക്കേട് ഇങ്ങനെ കാണിക്കുന്ന കൂട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു രീതിക്ക് വാഹനം ഓടുന്ന സമയത്ത്, അതായത് ലോഡില്ലാതെ ഓടുന്ന സമയത്ത് 2 സിലിണ്ടർ കട്ടാക്കി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2 സിലിണ്ടർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ 2 ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് കട്ടാവുന്നുണ്ട്. ആ ഇഞ്ചക്ടേഴ്സ് കട്ടാകുമ്പോഴത്തേക്കും തന്നെ അങ്ങോട്ട് ഫ്യൂൽ സപ്ലൈ തീർന്നു. ഫ്യൂൽ സപ്ലൈ തീരുന്ന മാത്രമല്ല, വാൽവുകളെ ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അത്രയും ഫ്രീ ആയി, പിസ്റ്റൻസ് ഫ്രീ ആയി. അങ്ങനെ പിസ്റ്റൺ ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അത്രയും കൂടെ ഫ്യൂവൽ കൺസപ്ഷൻ കുറയും. 2 സിലിണ്ടറിൽ ഈ എഞ്ചിൻ ഓടുന്നതായിരിക്കും. ഇത് എപ്പോഴും നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ലോഡില്ലാത്ത കണ്ടീഷൻസിൽ മാത്രം. ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട്, പൊല്യൂഷനും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സത്യമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു നല്ല ടെക്നോളജി തന്നെയാണ്. കാരണം 1500 cc നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നില്ല. അന്നേരം 2 സിലിണ്ടേഴ്സ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി അവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യം ഒന്നും അല്ലെന്ന് തന്നെ ഞാൻ പറയാം. ഏതായാലും സംഗതി കിടുവാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇതല്ല വേറെ ഏതെങ്കിലും വാഹനത്തിൽ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 1 ലിറ്റർ TSIയും വരുന്നുണ്ട്, 1.5 ലിറ്റർ TSI ടെർബോയും വരുന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ ടെർബോയ്ക്ക് നമുക്ക് വരുന്നത് 115 PS പവർ, 178 Nm ടോർക്കുമാണ് വരുന്നത്. 3 സിലിണ്ടർ ടെർബോ വാഹനമാണ് വരുന്നത്. 1.5 ലിറ്റർ വാഹനമാണെങ്കിൽ 150 PS പവറും 250 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 1.5 ലിറ്റർ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച്, അതായത് DSG ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിതിൻ്റെ കവറും കൂടെ ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 1, 2, 3, 4 ഇൻടേക്ക് സ്ലോട്ടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻടേക്ക് പോകുന്നതാണ്. എക്സോസ്റ്റ്, അതിൻ്റെ ടെർബോയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷനാണ്. ഇഗ്നൈറ്റേഴ്സൊക്കെ കാണാൻ സാധിക്കും. 1, 2, 3, 4 ഇഗ്നൈറ്റേഴ്സും വരുന്നുണ്ട്. ഈ ഇഗ്നൈറ്റേഴ്സാണ് അവിടെ ലോക്ക് ആവുന്നത് അല്ലെങ്കിൽ ഓഫ് ആകുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ട് ഫംഗ്ഷൻ വരുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതിൻ്റെ കീയുടെ ഫംഗ്ഷനും കൂടെ ഒന്ന് നോക്കാം. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ, പിന്നെ ഫ്ലിപ്പ് കീ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ കീയുടെ ഒരു ആവശ്യം വരുന്നില്ല, കാരണം പുഷ് സ്റ്റാർട്ട് വരുന്ന വാഹനമാണ്. കീ ഫോബ് എൻ്റെ കയ്യിലുണ്ട്. റിക്വസ്റ്റ് സ്വിച്ച് ഞാൻ പ്രസ് ചെയ്തു, വാഹനം അൺലോക്കായി. ഒന്നുകൂടെ ഞാൻ അടച്ചു, ലോക്ക് ചെയ്തു. കീയുടെ ആവശ്യമില്ല, റിക്വസ്റ്റ് സ്വിച്ച് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഒരു അല്പം ഒന്ന് നീക്കിയിടണമെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ പ്രൊവിഷനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം വാഹനം ഇപ്പോൾ ഉള്ളത് ഒരു P മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം എങ്ങനെ മാറ്റിയിടും? സാധാരണ ഇവിടെ ഒരു ഷിഫ്റ്റ് ലോക്ക് എന്നൊക്കെ പറഞ്ഞൊരു സ്വിച്ച് കാണേണ്ടതാണ്. ഇവിടെ ഷിഫ്റ്റ് ലോക്ക് ഒന്നുമില്ല. ഈ മോഡിലാണെങ്കിൽ ഒരു കാരണവശാലും ഈ വാഹനം എടുക്കാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു, പക്ഷേ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ എനിക്ക് ഒരിക്കലും ഇത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ബാക്കിൽ നിന്ന് ഈ ലോക്ക് പ്രസ് ചെയ്യാതെ എനിക്ക് ഒരിക്കലും ഇത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അന്നേരം എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചാൽ, കീ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കീ നമുക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ ലെതർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഞാൻ പിടിക്കുന്നത് കണ്ടോ? പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് പുള്ള് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ പുള്ള് ചെയ്ത്
ഈ സൈഡ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ ഇത് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഇവിടെ ഒരു യെല്ലോ ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു യെല്ലോ ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ യെല്ലോ ലോക്കിലോട്ട് നമ്മുടെ ഈ കീ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഇതെന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യെല്ലോ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സുഖമായിട്ട് ന്യൂട്രലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ന്യൂട്രലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4 ടയേഴ്സും ഫ്രീ ആവും. അന്നേരം ഓർത്തോണം, ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വേണം ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യാൻ. അല്ലാത്ത പക്ഷം പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വാഹനം കുറച്ച് മാറ്റി എവിടെയെങ്കിലും ഒന്ന് തള്ളി ഒതുക്കി ഇടാൻ സാധിക്കും. അതിനുശേഷം ബാറ്ററി കൊണ്ടുവന്ന് നമുക്ക് ഈ കാര്യം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വഴിയുടെ നടുക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ വാഹനം നിന്ന് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഓക്കെ, അങ്ങനെ നമുക്കിനി ഈ വാഹനം ഒന്ന് ഡ്രൈവിംഗ് കൂടെ ചെയ്ത് നോക്കാം. പുറത്ത് ഒരു രക്ഷയില്ല. മഴ 2 ദിവസം മുമ്പ് ഇത്രയും വലിയ മഴ പെയ്തതാണോ എന്ന് വല്ല നമുക്ക് ഡൗട്ട് തോന്നും. അതുപോലെ വെയിലാണ്, ശരിക്കും കൊണ്ടോരടക്കി പോയെന്ന് പറയാം. ഏതായാലും നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ഏതായാലും സ്പീഡ് നോക്കുന്നില്ല, സ്പീഡ് നമുക്ക് നല്ലൊരു വഴി ചെന്നിട്ട് നോക്കാം. ഞാനിപ്പോൾ ഓടിക്കുന്നത് ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും സസ്പെൻഷൻ സൈഡ് കൊണ്ട് ഒരു ഓക്കെ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ സ്പീഡ് ഇച്ചിരി കുറച്ചിട്ടെങ്കിൽ ഭയങ്കര ഒച്ച. ഓക്കെ, ശരി, നമുക്ക് ആദ്യം തന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ ഒന്ന് നോക്കാം. ഹിൽ ഹോൾഡ് കൺട്രോൾ ആണ് വരുന്നത്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അല്ല വരുന്നത്. കൺട്രോൾ എങ്ങനെയുണ്ടോ നോക്കാം. നല്ല കുത്തിനുള്ളൊരു കയറ്റം കയറുന്നു, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് അവിടെ നിർത്തുന്നു. നോക്കാം ഇറങ്ങിപ്പോരുമോ അതോ ജസ്റ്റ് 3 സെക്കൻഡ് കണക്കാണോ നോക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഹോൾഡ് കൺട്രോളും രണ്ടും ഒന്ന് തന്നെയാണോ എന്നും കൊണ്ടുള്ളൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കാം. കാല് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുന്നേ ഒരു രക്ഷയുടെ വലിച്ചുകൊണ്ടങ്ങ് പോവുക. പക്ഷേ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ കൂടുതൽ കാല് കൊടുത്ത് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ നമ്മുടെ ടാങ്കിലെ ഫ്യൂലും അതുപോലെ സ്പീഡിൽ വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മറക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു കുത്തനെയുള്ള കയറ്റം കയറാൻ പോവാണ്. ഓക്കെ, നമ്മുടെ സ്ഥിരം കയറ്റം. ഈ കയറ്റം ഞാനൊന്ന് കയറുകയാണ്. ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തു. യെസ്, ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഇപ്പം ഞാൻ ഫ്രീ ആണ്. വാഹനം പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3. അപ്പോൾ ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് മാത്രമാണ് വരുന്നത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3. സോറി മൈ മിസ്റ്റേക്ക്. പോയില്ല, പോകുന്നുണ്ട്. യെസ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡിയിൽ തന്നെ കയറുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തു. 1 2 3. ഇപ്പോൾ വാഹനം കുറച്ച് ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ബ്രേക്ക് ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് കയറാൻ വേണ്ടിയുള്ള ടെൻഡൻസിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ നല്ല കുത്തനെ ഉള്ളൊരു കയറ്റത്തിൽ നമുക്കിതിനെ ഹിൽ ഹോൾഡ് കൺട്രോൾ അല്ല കിട്ടിയ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് മാത്രമാണ്. ഇപ്പോൾ ഞാൻ അതുപോലെ ഒരു കയറ്റത്തിലോട്ട് വന്നു. കാലെടുത്തു. 1 2 പുറകോട്ട് പോവാണ്. 3. ഇപ്പം അത് തന്നെ ആക്സിലറേറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. പിന്നെ പുറകോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. പുറത്ത് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇത് നമ്മൾ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കണം. കാരണം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്താ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മോശ വഴി, ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാം. ഈ ഒരു വഴിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നല്ല മോശപ്പെട്ട വഴിയാണ്. അത്യാവശ്യം ചാട്ടമുണ്ട്. സ്റ്റിഫാണ് സസ്പെൻഷൻ. ഈ സ്റ്റിഫ്നെസ് വരാനുള്ളൊരു കാര്യം വേറൊന്നും കൊണ്ടില്ല. പുതിയ വാഹനമാണ്, അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അല്ലാതെ ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നൊരു വാഹനമാണ്. 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നൊരു വാഹനമാണ്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നതാണ്. അതും അഡൽട്ട് മാത്രമല്ല, ചൈൽഡിന് പോലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു വാഹനത്തിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 സ്റ്റാർ ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ശരിക്കും അതൊരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് അറിയാൻ സാധിക്കും. നമുക്കൊരു സ്പീഡ് ടെസ്റ്റ് കൂടെ നോക്കിയേക്കാം. ജസ്റ്റ് ഇത് ഇങ്ങോട്ട് നോക്കണം. ഇത് പോകുന്നതിൻ്റെ സ്പീഡ് ഞാനത് ഫുൾ ത്രോട്ടിൽ, യെസ്, അങ്ങ് അറ്റം വരെ. യെസ്, മതി, ഞാൻ കൂടുതൽ കയറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു
ഒരു എന്താ പറയുക, ഒന്ന് കാല് തൊട്ട് കഴിഞ്ഞ് അങ്ങ് കയറുക. പക്ഷെ ഇതിനകത്ത് ഒരു നെഗറ്റീവ് സൈഡും കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിത് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡി മോഡ് തന്നെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ആ ഡി മോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് എനിക്ക് യൂസ് ചെയ്യാം. ഞാൻ അതിൽ പാഡിൽ ഷിഫ്റ്റേഴ്സിൽ എം മോഡിലോട്ട് മാറി 6th ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തു, സ്പീഡായിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ 7th ഗിയർ വന്നില്ല, നോക്കട്ടെ. യെസ്, M7 7th ഗിയറിലാണ് ഞാൻ പോകുന്നത് 61-ൽ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം വരുന്നത് ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ബ്രേക്ക് ചെയ്ത് ഈ വാഹനത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു, ഗിയേഴ്സ് താഴെ വന്നു, ഫസ്റ്റിലെത്തി. ഇനി ഞാൻ ആക്സിലറേറ്റ് ചെയ്യുകയാണ്, നോക്കിക്കോണം. ഞാൻ പക്ഷേ ഇനി എത്ര ആക്സിലറേറ്റ് ചെയ്താലും ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറത്തില്ല, ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഞാൻ മാനുവലായിട്ട് തന്നെ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കണം. അന്നേരം ഞാൻ മനസ്സിലാക്കിയത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഇത് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തോണം. ഞാനിത് നേരെ സ്പോർട്സ് മോഡിലോട്ട് മാറ്റി പിന്നീട് തിരിച്ച് ഡിയിലോട്ട് ഇട്ടാൽ മാത്രം എനിക്ക് ഈ പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫായി കിട്ടത്തുള്ളൂ. മോശപ്പെട്ട റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ഫീലൊന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് അറിയാം. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന നല്ല കട്ടേഴ്സൊക്കെ ചാടിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫോർട്ട് ലെവൽ ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഇപ്പോഴും ഒരു ആവറേജ് ഫീല് ഞാൻ സസ്പെൻഷൻ ചെയ്ത് അയ്യോ എൻ്റെ മേ എന്നേ പറയത്തുള്ളൂ. ഭയങ്കര ഒരു ഗുമ്മൊന്നും പറയത്തില്ല, ഒരു ജസ്റ്റ് ആവറേജ് ഫീല്. അടി തട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ടോ എന്നുള്ള ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ മുമ്പോട്ട് പോകുന്നില്ല. 188 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പക്ഷേ ഈ പോർഷനൊന്നും വലിയ പ്രശ്നമില്ല, ഇവിടെയൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് പൊക്കോളും. ആ കിടക്കുന്ന ഒരു ബലീനോ ആയതുകൊണ്ട് പേടിക്കേണ്ട, ബലീനോ ആക്കി ഇതിലേ സുഖമായിട്ട് പോകും എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ഈ വാഹനം കൊണ്ടുപോവാണ്. യെസ്, കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഏതായാലും വലിയ ശല്യം, വാഹനം നന്നായിട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്കിനി ക്രൂയിസ് കൺട്രോളിൻ്റെ ഫീച്ചർ കൂടെ നോക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്വിച്ച്, ഈ ഒരു ഭാഗത്തെ സ്വിച്ച് ഞാനൊന്ന് ഓണാക്കി അതിനുശേഷം മേലത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് റീസെറ്റ് ചെയ്യുകയാണ്. നമുക്ക് സ്പീഡ് ഇവിടെ ക്ലസ്റ്റർ മീറ്ററിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. താഴെ അത് മാറുന്നത് ഇവിടെ സ്പീഡ് ഇപ്പം 48, 49, 50, 51 ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ തന്നെ ഈ വാഹനം അങ്ങ് പൊക്കോളും. ഇതിനിടയ്ക്ക് ഞാൻ ആക്സിലറേറ്റ് ചെയ്താലും ആ മോഡ് മാറത്തില്ല. അതുപോലെ തന്നെ സ്പീഡ് കൂടിയിട്ട് പിന്നെ തിരിച്ച് ഞാൻ ഇട്ടിരിക്കുന്ന സ്പീഡിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. എപ്പോഴെങ്കിലും ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കട്ട്, പിന്നെ അത് കിട്ടത്തില്ല. ഒന്നുകൂടെ റീസെറ്റ് ചെയ്യേണ്ടി വരും. റീസെറ്റ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിറ്റീസ് അത് ആ ഒരു ഫ്ലോയിൽ തന്നെ പൊക്കോളും. ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ സ്വിച്ച് മാത്രമാണ് ഇച്ചിരി ഒരു വെറൈറ്റി ആയി പോയത്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനും സാധിക്കും. 2 ഫീച്ചേഴ്സ്, 2 സ്വിച്ച് അതിനകത്ത് വരുന്നത്. ഡബിൾ സ്വിച്ചാണ്, ഒന്ന് ഓണ്, ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ, അതായത് ഇത് ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ക്യാൻസൽ, ഇങ്ങോട്ട് ഫുള്ളാക്കിയ ഓഫ്. നല്ലൊരു കിടു ഫീച്ചറാണ്. ഏതായാലും വാഹനം ഓവറോൾ എനിക്ക് ഇഷ്ടമായി. നല്ലൊരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്ന. ഡ്രൈവിംഗ് കംഫോർട്ട് അടിപൊളിയാണ്. സസ്പെൻഷൻ്റെ സൈഡ് മാത്രം കുറച്ചൊരു ഹാർഡറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള രീതിയാണെങ്കിലും ഇതിൻ്റെ ബോൾസ്റ്റേഴ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതൊരു 2 സ്പീഡ് ആണെന്നേ ഉള്ളൂ. ഞാൻ പറയാൻ വിട്ടുപോരണം, ഒന്നുകൂടെ ഞാൻ പറയാണ്. 2 സ്പീഡ് വെന്റിലേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഒന്നായി, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് ഓഫായി. അപ്പോൾ ഏതായാലും 2 സൈഡിലും, ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളുമാണ് നമുക്ക് ഈ കൂട്ടത്തിൽ കിട്ടുന്നത്. ഏതായാലും സംഗതി അടിപൊളിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോഡ റിലേറ്റഡ് ആയിട്ടുള്ള വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ, നമ്മുടെ EVM സ്കോഡയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. 1.5 ലിറ്റർ വാഹനത്തിൻ്റെ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 18.7 ആണ്. പക്ഷെ നമുക്ക് ഏറെക്കുറെ ഒരു നോർമൽ രീതിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 17 ഒക്കെ നമുക്ക് നോർമലി കിട്ടുന്നതാണ്. പക്ഷേ സിറ്റി ഡ്രൈവ്സ് ഒക്കെയാണ് കൂടുതൽ. അത്യാവശ്യം നല്ല രീതിക്ക് ആക്സിലറേറ്റ് ചെയ്താണ് ഈ വാഹനം യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് DSG ഗിയർ ബോക്സ് ആണ്. നമ്മളെപ്പോഴും മിക്ക വീഡിയോസിലും പറയുന്നത് പോലെ ഭയങ്കര അഗ്രസീവായിട്ട് നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഒരു 7, 8 ആ റേഞ്ചൊക്കെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. ആ ഒരു പ്രതീക്ഷ വെച്ച് 1.5 എടുക്കുകയാണെങ്കിൽ ഒരു വിഷമം ഉണ്ടാകത്തില്ല. അല്ലാത്ത പക്ഷം മൈലേജ് ഇല്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 19.78 ആണ് ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത്. അത് ഏറെക്കുറെ സിറ്റി ഡ്രൈവ്സിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. മര്യാദയ്ക്ക് തന്നെ നമ്മളത് ഓടിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം 1 ലിറ്റർ ടെർബോ ആണ് വരുന്നത്. അത് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ ഏകദേശം അടുപ്പിച്ച് തന്നെ മൈലേജ് കിട്ടും. ഒരു 15 to 16 ഒക്കെ സുഖമായിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നതായിരിക്കും.